ഗർത്തങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഭയം ജനിക്കാറുണ്ടോ? പ്രതീക്ഷയുടെ പ്രതീകമാകുന്ന ഒന്നല്ല, 3 ഗർത്തങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നു നിറയുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യൻ ഏറ്റവും നിസ്സഹായനായ ആ കുഞ്ഞൻ വൈറസിന്റെ കാലത്ത് ഇല്ലിമലയിലെ ഫോൺ പോലും ഉപയോഗിക്കാത്ത തന്റെ കുട്ടിയപ്പന് കൊച്ചുമകൻ ഒരു കത്തെഴുതുകയാണ്. എത്രയും സ്നേഹം നിറഞ്ഞ കുട്ടിയപ്പനും അച്ഛമ്മയും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ. കോവിഡിനെ തുടർന്ന് എനിക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അവസാനിക്കുകയാണ്. കുട്ടിയപ്പന്റെ പരാതി തീർക്കാൻ കുറച്ച് ദിവസങ്ങൾ അവധിക്കായി ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. നന്നേ ചെറുപ്പത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ടിട്ടും അമ്മയ്ക്ക് മറ്റൊരു ജീവിതം ഉണ്ടായിട്ടും അരവിന്ദന്റെ ഏകാന്തതകളിൽ അയാൾ വേദനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇല്ലിമലയിലെ അതിരുകളില്ലാത്ത വാത്സല്യം അയാളെ തേടി എത്താറുണ്ടായിരുന്നു. 3 ഗർത്തങ്ങൾ ഒരു യാത്രയാണ്. പൂനെ ധൻപൂർ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റായ അരവിന്ദനൊപ്പമുള്ള വായനക്കാരുടെ യാത്ര. നിന്ന നിൽപ്പിൽ ഒറ്റ നിമിഷം കൊണ്ട് ഉറ്റവരെ നഷ്ടപ്പെട്ടവരാണ് പുരയും സിയും. അപകർഷതാബോധത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും നടുവിലൂടെ സഞ്ചരിക്കുന്ന അവർക്ക് എല്ലാമായിരുന്നു അരവിന്ദ്. മനഃപൂർവ്വമല്ലെങ്കിൽ പോലും താൻ കാരണം തീവണ്ടി തട്ടി മരിക്കുന്ന ലക്കാൻ റാണിയുടെ മരണം അയാളെ വല്ലാതെ തളർത്തുന്നുണ്ട്. എന്നാൽ അയാൾ കുറച്ചുകൂടി കരുണ അർഹിക്കുന്നുണ്ട് എന്ന കുട്ടിയപ്പന്റെ വാക്കുകൾ അയാളിൽ പുതിയ തിരിച്ചറിവാണ് സൃഷ്ടിക്കുന്നത്. ചുറ്റിനും ഇരുട്ട് പടരുന്ന നിസ്സഹായതയുടെ കാലത്ത് മനുഷ്യൻ തന്റെ സഹജീവികൾക്ക് മുമ്പിൽ നിസ്സഹായനായും വിനയാനിതനായും നിൽക്കേണ്ടി വരുന്ന ആ കോവിഡിന്റെ കാലത്ത് മനുഷ്യൻ ആർജിച്ചെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷയുടെ വാതായനങ്ങളാണ് ആദർശ് വിജിയുടെ 3 ഗർത്തങ്ങൾ. ഇന്നിന്റെ കാലത്ത് മനുഷ്യന് ഏറ്റവും ആവശ്യം പ്രതീക്ഷയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. മികച്ച വായനാനുഭവമായി വായനക്കാരുമായി യാത്ര തുടരാൻ കാത്തു നിൽക്കുകയാണ് 3 ഗർത്തങ്ങൾ.